നമസ്കാരം. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ എതിർത്തിരുന്ന ഇടതുപക്ഷം അതീവ രഹസ്യമായി അതിൻ്റെ ഭാഗമായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. LDF സർക്കാരും മോദി സർക്കാരും തമ്മിലുള്ള അന്തർധാരയുടെ ഉദാഹരണമായി UDF അതിശക്തമായ പ്രചരണം നടത്തി. UDF അധികാരത്തിൽ വന്നാൽ ഇത് അറബിക്കടലിൽ എറിയും എന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷെ അതിനെ ന്യായീകരിച്ചുകൊണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി രംഗത്ത് വന്നു. PM നികച്ചാൽ കണ്ടുകൊണ്ട് ഉടനെ തന്നെ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്ട് വേണ്ട തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റി. ആകെ 82 കേന്ദ്ര പദ്ധതികൾ 17 എണ്ണം PM എന്ന് തുടങ്ങുന്നവയാണ്. RSS അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്നാൽ സംസ്ഥാനം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട 1400 കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല. എന്നിട്ടും CPI വഴങ്ങിയില്ല. പുതിയ നേതാവ് ബിനോയ് വിശ്വം കട്ടയ്ക്കെതിർത്തതോടെ PM ശ്രീയിൽ നിന്നും മനസ്സോടെ പിന്മാറേണ്ടി വന്നു ഇടതുപക്ഷത്തിന്. എന്നിട്ടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു പിന്മാറ്റം മാത്രമാണ് അവർ നടത്തിയത്. അതുകൊണ്ടാണെന്ന് സർക്കാർ മുന്നണിയിൽ ഒരു തർക്കമുള്ളതുകൊണ്ട് മന്ത്രിസഭാ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ആ മന്ത്രിസഭാ സമിതിയുടെ പരിശോധന കഴിയുന്നതുവരെ ഇത് നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയത്. ആ കത്ത് പ്രേക്ഷകരെ ഞാൻ കാണിക്കാം. ആ കത്തിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്. വിഷയം ധാരണാപത്രം നടപ്പാക്കാൻ സംബന്ധിച്ച് പരാമർശം ഭാരത സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയവും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം. പ്രിയ സാർ, മുകളിൽ സൂചിപ്പിച്ച ധാരണാപത്രത്തിൻ്റെ നടപ്പാക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആശങ്കകൾ പരിഗണിച്ച് അവ പരിശോധിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതിനായി മന്ത്രിസഭാംഗങ്ങളിൽ നിന്ന് ഒരു സമിതിയെ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയ സുഗമമാക്കുന്നതിനായി സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ധാരണാപത്രത്തിൻ്റെ നടപ്പാക്കൽ താൽക്കാലികമായി നിർത്തിവയ്ക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അതിനാൽ ധാരണാപത്രം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ കേരള സർക്കാർ കാത്തിരിക്കുമെന്ന് അറിയിക്കുന്നു. ആദരപൂർവ്വം ഡോക്ടർ കെ വാസുകി IAS സെക്രട്ടറി, വിദ്യാഭ്യാസ പൊതുവകുപ്പ്. എന്താണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അറിയിച്ചത്? ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇത് നടപ്പിലാക്കുന്നത് നിർത്തിവെക്കുന്നു. മന്ത്രിസഭ ഉപസമിതി തീരുമാനമെടുത്തതിന് ശേഷം നടപ്പിലാക്കുമെന്നാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സർക്കാർ അറബിക്കടലിൽ പോയി, പുതിയ സർക്കാർ വന്നു. പക്ഷേ സർക്കാർ ഇത് അറബിക്കടലിൽ എറിയാൻ തീരുമാനിച്ചില്ല. അറബിക്കടലിൽ എറിയുക പ്രായോഗികമല്ല. ഇതിനോടകം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അതിനുപേരിൽ പണം കൈപ്പറ്റിയിരിക്കുന്നു. ഇനി പിന്മാറുക നിയമപരമായി സാധ്യമല്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ച ചെയ്തു. കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് സമർപ്പിക്കും. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് UDF ഇത് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞത് എന്ന ചോദ്യത്തിന് ഇവർ ഉത്തരം പറയുന്നില്ല. VD സതീശൻ സർക്കാരിനെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റിയ ഒരു വിഷയമായിരുന്നു വാസ്തവത്തിൽ ഇത്. പറഞ്ഞ നിലപാടിൽ നിന്നും മാറി അവർ കഴിഞ്ഞ സർക്കാരിൻ്റെ അതേ നിലപാടിലേക്ക് മാറുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാർ പറഞ്ഞത് ശരിയാണ്, അത് തെറ്റായി വിമർശിച്ചതാണ് എന്ന് പുതിയ സർക്കാരും പറയുന്നു. പക്ഷേ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുന്നില്ല. കാരണം ഇടതുമുന്നണിക്ക് എന്തു പറഞ്ഞ് ഇതിനെ ആക്രമിക്കാൻ കഴിയും? അവർ നടപ്പിലാക്കിയ PM ശ്രീ പദ്ധതി
തുടരുന്നതിനെ എങ്ങനെ അവർക്ക് വിമർശിക്കാൻ പറ്റും? ഇടത് വൃത്തങ്ങൾ ശക്തമായി ശ്രമിക്കുന്നുണ്ട്. ഇന്നലത്തെ ദേശാഭിമാനി അതിശക്തമായ രീതിയിലാണ് ആഞ്ഞടിച്ചത്. UDF RSSന് കീഴടങ്ങി, PM ശ്രീക്ക് പച്ചക്കൊടി. സംഘപരിവാർ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സംസ്ഥാന സ്കൂളുകളിൽ PM ശ്രീ പദ്ധതിക്ക് UDF സർക്കാരിൻ്റെ അനുമതി. പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന പദ്ധതിക്ക് ബുധനാഴ്ച മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയത്. തരത്തിലേക്ക് വന്നു. പിണറായി വിജയൻ ആഞ്ഞടിച്ചുകൊണ്ട് ഇന്നലെ രംഗത്ത് വന്നു. അന്ന് UDF പൊതുവിലും കോൺഗ്രസും ലീഗും പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വിവാദം ഉയർത്താനാണ് ശ്രമിച്ചിരുന്നത്. ഇവിടെ LDF സർക്കാർ BJP ആയിട്ട് എന്തോ ഡീലുണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കാൻ നോക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് മുന്നിലുള്ള കീഴടങ്ങലാണത്. ഇതൊക്കെയാണ് UDF ആ ഘട്ടത്തിൽ വൻതോതിൽ പ്രചരിപ്പിച്ചിരുന്നത്. മാത്രമല്ല, തങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ നടപ്പാക്കില്ല. മാത്രമല്ല, ചിലർ പറഞ്ഞു അത് അറബിക്കടലിൽ ഒഴുക്കും. അങ്ങനെയെല്ലാമുള്ള അവകാശവാദങ്ങളാണ് അന്ന് UDF നേതാക്കൾ പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോ സ്ഥിതി എല്ലാവരും കാണുകയാണല്ലോ. PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും. തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾ ഉയർത്തിയ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ, അവരുടെ നയങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ഇത് UDF ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ദേശാഭിമാനിയിൽ വലിയ വാർത്തയാണ്. PM ശ്രീയിൽ UDF നയം മാറ്റിയോ, കീഴടങ്ങിയത് എന്തിന് എന്ന് പറഞ്ഞ് പിണറായിയുടെ പ്രസ്താവനയും അവർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും CPM അണികളെ പോലും ആശ്വസിപ്പിക്കുന്നില്ല. CPM എന്തു നിലപാടായിരുന്നു ഇതിലെടുത്തിരുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഫലപ്രദമായി പ്രതിരോധിക്കാൻ UDF വൃത്തങ്ങൾക്ക് കഴിയുന്നു. എന്തിനേറെ സോഷ്യൽ മീഡിയയിൽ പോലും UDFൻ്റെ നിലപാട് മാറ്റത്തേക്കാൾ ശക്തമായി പ്രതിഫലിക്കുന്നത് LDFൻ്റെ നിലപാട് മാറ്റമാണ്. LDF കൊണ്ടുവന്ന ഈ പുലിവാലിൻ്റെ പേരിൽ എന്തിനെ അവർ തന്നെ എതിർക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാകുന്നു. ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുമെന്നതുകൊണ്ട് CPM നേതാക്കളിൽ പലർക്കും മാധ്യമങ്ങളെ നേരിടാൻ പേടിയാണ്. എന്നാൽ ആത്മവിശ്വാസത്തോടെ എതിരാളികൾ പൂമരൻ എന്ന് വിളിക്കുന്ന M സ്വരാജ് രംഗത്ത് വരുന്നു. സ്വരാജ് നഖശിഖാന്തം എതിർക്കുകയാണ്. എന്നാൽ ഉഗ്രൻ ചോദ്യവുമായി ഏഷ്യാനെറ്റിലെ CP അജിത രംഗത്തെത്തുന്നു. അജിതയുടെ ചോദ്യത്തിനു മുൻപിൽ ഉത്തരം പറയാൻ കഴിയാതെ വെള്ളം കുടിക്കുന്ന M സ്വരാജിനെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കണ്ടത്. അജിതയുടെ ചോദ്യത്തിലെ ഒരു വാക്കിനെ പിടിച്ച് സ്വരാജ് തടിതപ്പാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നത് തെറ്റായ പ്രയോഗമാണ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റഡി ക്ലാസ് തന്നെ അജിതയ്ക്ക് കൊടുത്തു സ്വരാജ്. അങ്ങനെയല്ല, രണ്ടിനും രണ്ടർത്ഥമാണുള്ളത്. പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലല്ല. നിങ്ങൾ ദീർഘമായി ചോദിച്ചു, ഞാൻ മറുപടി പറയുമ്പോൾ കേൾക്കണോ? അതൊരു പരസ്പര ബഹുമാനത്തിന്റെ ഭാഗം. പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ മലയാള വാക്കിന്റെ അർത്ഥം അയഥാർത്ഥമായ ഒരു കാര്യത്തെ മറ്റൊരു തരത്തിൽ വിശ്വസിപ്പിച്ചു എന്നാണ്. അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി എന്നൊക്കെ പറയാം. അത് പോട്ടെ, നമ്മൾ ആ കാര്യം തർക്കിക്കേണ്ട ഒരു വിഷയമല്ല, അതൊരു മാറ്റർ അല്ല. കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ അജിത് വിട്ടില്ല. എന്തിനാണ് തർക്കിക്കുന്നത്? നമ്മൾ തമ്മിൽ തർക്കിക്കാൻ കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ. നിങ്ങൾക്കൊരു നിലപാടുണ്ട്, ആ നിലപാട് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു, എനിക്ക് എൻ്റെ നിലപാട് മാറ്റാൻ പറ്റില്ല എന്നൊക്കെയുള്ള പഴയ താത്വികാവലോകനവുമായി സ്വരാജ് വീണ്ടും നിരന്നു.
ഞാൻ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ അങ്ങനെ അറിയുകയില്ലല്ലോ. ഞാൻ എന്താ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഇനി വ്യക്തമായി പറയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ട് നിലപാടാണെന്നുള്ള കാര്യം വ്യക്തമല്ലേ എല്ലാ കാര്യത്തിലും. പക്ഷെ അജിത എന്നിട്ടും നിർത്താൻ തയ്യാറായില്ല. ഒടുവിൽ സഹികെട്ട് സ്വരാജ് പറഞ്ഞു, നടപ്പിലാക്കാൻ വേണ്ടി അല്ല ഒപ്പിട്ടത്, പണം കൈപ്പറ്റാൻ വേണ്ടി മാത്രമാണെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങളായി നിൽക്കട്ടെ. അതിനെ തൃപ്തിപ്പെടുത്താൻ അല്ലല്ല പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ വിലയിരുത്തലും നിങ്ങൾ അതിനെ അങ്ങനെ വിലയിരുത്തുന്നു, ഞങ്ങൾ അതിനെ അങ്ങനെ അല്ല വിലയിരുത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒപ്പിട്ട ഉടനെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ തുടർ നടപടികളിലേക്ക് കടക്കണം എന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ഘട്ടത്തിൽ കേരളം കൊടുത്ത മറുപടി, ഉടനടി തുടർ നടപടികളിലേക്ക് കടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയട്ടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടി കൊടുക്കുന്നു. അതിനുശേഷം മന്ത്രിയും സംഘവും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് PM ശ്രീ പദ്ധതിയെ ഒരു പദ്ധതി എന്ന നിലയിൽ ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. പകരം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള SS ഫണ്ട്, സമഗ്ര ശിക്ഷാ ഫണ്ട് ലഭിക്കണം എന്ന നിലയും പറയുന്നു. അപ്പൊ ഒപ്പിട്ടില്ലെങ്കിൽ, പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് ലഭിക്കുന്നതല്ല എന്ന് കൃത്യമായി മനസ്സിലാവുന്ന ഘട്ടത്തിൽ പദ്ധതി, അപ്പോഴേക്ക് മറ്റു പല പശ്ചാത്തലമുണ്ട്, പദ്ധതി നടപ്പാക്കാൻ ഈ MOU നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് കത്തും കൊടുക്കുന്നു. ഈ ഒരു ഘട്ടത്തിലും PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യം അപ്രസക്താണ്. നിങ്ങൾക്ക് ബോധ്യമായിക്കോണമെന്നില്ല. എനിക്ക് എന്റെ മറുപടി നിങ്ങൾക്ക് ചോദ്യമാണ്. എന്തൊരു ലോജിക്കില്ലാത്ത മറുപടിയാണ് നോക്കൂ. ഒപ്പിട്ടു എന്ന് സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല, ഒപ്പിട്ടത് CPM ആണെന്ന് സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല, എന്നാൽ ഒപ്പിട്ടത് നടപ്പിലാക്കാനല്ല എന്ന് പറഞ്ഞ് തടിതപ്പേണ്ട ഗതികേടിലേക്ക് CPM വരുന്നു. എന്തായാലും CP അജിത എന്ന ഏഷ്യാനെറ്റ് ലേഖിക അക്ഷരാർത്ഥത്തിൽ ആത്മവിശ്വാസത്തോടെ എത്തിയ M സ്വരാജിനെ വെള്ളം കുടിപ്പിച്ചു വിടുകയായിരുന്നു. UDF നിലപാട് മാറ്റത്തെ എതിർക്കാൻ കഴിയാത്ത വിധത്തിൽ ദുർബലമായി പോയിരിക്കുന്നു CPM പ്രതിരോധം.